അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 ബുധനാഴ്ച. ഇസ്രായേലിനെതിരായ യുദ്ധത്തിന് നേരിട്ടിറങ്ങി ഇറാനും. ഇസ്രായേലിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ലെബനനിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് ഇറാൻ 100 കണക്കിന് മിസൈലുകൾ അയച്ചത്. ഇസ്രായേലിനെതിരെ 180-ലധികം ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേലിലെ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ജോർദാനിലും മിസൈൽ ആക്രമണം ഉണ്ടായതായും ഇസ്രായേലിൽ പരക്കെ അതിശക്തമായ ആക്രമണമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇസ്രായേലി പൌരന്മാരും മറ്റു രാജ്യങ്ങളിലെ പൌരന്മാരും. ഇസ്രായേലിലെ മലയാളികളും ഷെൽട്ടറുകളിലേക്ക് മാറിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഇസ്രായേലിൽ ആരും കൊല്ലപ്പെട്ടതായി വിവരമില്ല. ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിനെ സഹായിച്ചതായി പെന്റഗൺ. 12 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വഴി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തുവെന്നും മേഖലയിൽ യുദ്ധം വ്യാപിപ്പിക്കാതിരിക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഇതിന് മുൻഗണന നൽകുമെന്നും US ഡിഫൻസ് വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും. ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി ഇറാൻ. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിതെന്നും സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണമുണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ എന്തെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നാണ് USനുള്ള മുന്നറിയിപ്പ്. ഇസ്രായേലിനെതിരായി ഇറാന്റെ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നും അതേസമയം ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തെന്നും അതിനുള്ള മറുപടി കൊടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ലെന്നും ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ UN പ്രതിനിധിയും പറഞ്ഞു. ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു. മേഖലയിലെ സംഘർഷം പരിഹരിക്കണമെന്നും ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. അഹിംസ എന്ന തത്വം അടിസ്ഥാനമാക്കി സത്യാഗ്രഹ സമരങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം രാജ്യമിന്ന് ആഘോഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം പകർന്നു നൽകിയ മഹാത്മജിയുടെ ജന്മദിനം രാജ്യം വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത്. കേരളത്തിന് പ്രളയ ധനസഹായമായി കേന്ദ്ര സർക്കാർ 145.60 കോടി രൂപ അനുവദിച്ചു. പ്രളയ ധനസഹായമായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര വിഹിതമാണ് അനുവദിച്ചത്. വയനാട് ദുരന്തമുണ്ടായി 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര വിഹിതം അനുവദിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം വിവാദമായതിന് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു പത്രം. അഭിമുഖത്തിലെ വിവാദ ഭാഗം നൽകിയത് PR ഏജൻസിയാണെന്നാണ് വിശദീകരണം. സ്വർണ്ണക്കടത്ത് ഹവാല പരാമർശങ്ങൾ മുൻ വാർത്താ സമ്മേളനത്തിലേതാണെന്ന് PR ഏജൻസി പറഞ്ഞിരുന്നു. അത് മുഖ്യമന്ത്രിയുടേതായി പ്രസിദ്ധീകരിച്ചതിൽ പത്രത്തിന് തെറ്റുപറ്റിയെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഹിന്ദുവിന്റെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് വന്നത്. ഹിന്ദു പത്രത്തിലെ വിവാദ അഭിമുഖത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ താൻ പറയാത്ത കാര്യങ്ങളാണ് വന്നത്. ഇക്കാര്യത്തിൽ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് എന്തിനാണ് വേവലാതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ AKG ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം രാജ്യ താൽപര്യത്തിനും സംസ്ഥാന താൽപര്യത്തിനും എതിരാണെന്നും ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനായി ബിജെപി പറയുന്ന കാര്യങ്ങളാണ് PR ഏജൻസി എഴുതിക്കൊടുത്തതെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും സംഘപരിവാറിന്റെ അതേ പാതയിലാണ് പിണറായിയെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മലപ്പുറത്തെ തള്ളിപ്പറഞ്ഞതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതരുതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇറക്കിയ ഒരു കുറിപ്പ് കൊണ്ട് തീരുന്നതല്ല മലപ്പുറത്തിന്റെ വികാരത്തിനേറ്റ മുറിവ്. ഇത് മുഖ്യമന്ത്രി ഗൌരവമായി ഉൾക്കൊണ്ട് ജനവികാരം മാനിച്ച് മാപ്പ് പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. അമേരിക്കയോടും ഇസ്രായേലിനോടും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയം രാജ്യത്തിന്റെ പൊതുനിലപാടിനെതിരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച AKG ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. പലസ്തീൻ വിഷയത്തിൽ CPM നടത്തിയ പ്രചരണങ്ങളെ എതിർത്തവർക്ക് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി ടേൺ അടിച്ചിരിക്കുകയാണെന്നും വാഴപ്പിണ്ടി നട്ടലുള്ള മുഖ്യമന്ത്രിയാണ് പിണറായിയെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. അവസരവാദത്തിന്റെ അപ്പസ്തോലനാണ് പിണറായി വിജയനെന്നും ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കൊച്ചിയിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കോടതിയെ ലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തില്ലേൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഈ 21ാം നൂറ്റാണ്ടിലും സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്ന ആവശ്യം ഉയരുന്നത് ആശങ്കയായി ആർക്കും തോന്നുന്നില്ലേയെന്നും ജില്ലാ കളക്ടർമാർക്ക് ഇവിടെ എന്താണ് പണിയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. തിരുവനന്തപുരം സബ് ഡിവിഷനിലെ ഓവർസിയറെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്തു. SAT ആശുപത്രിയിലെ വൈദ്യുതി വിതരണത്തിൽ വീഴ്ചയുണ്ടായ സംഭവത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയത്. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇവർക്ക് വീഴ്ച പറ്റിയെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി. KM ഷാജി നിലമ്പൂരിൽ നടത്താനിരുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉപേക്ഷിച്ചതിനെ ചൊല്ലി വിവാദം. CPMന്റെ RSS ബന്ധത്തെ തുറന്നുകാട്ടാനായിരുന്നു യോഗം. എന്നാൽ ഇത് അൻവറിന് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ യോഗം റദ്ദാക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. KM ഷാജിയെ പൊതുപരിപാടിയിൽ നിന്ന് വിലക്കിയെന്നത് അടിസ്ഥാനരഹിതമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്. KM ഷാജിക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഒരു വിലക്കുമില്ലെന്നും കാഫിർ സ്ക്രീൻഷോട്ട് പോലെ വ്യാജമായ ഒന്നാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PV അൻവറിന്റെ മുന്നണി പ്രവേശനം തള്ളാതെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഭരണപക്ഷ MLAയുടെ തുറന്നു പറച്ചിൽ UDFൽ സ്വാഭാവികമായും ചർച്ചയാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ചർച്ച ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ 2024 വയോസേവന പുരസ്കാരം. മേയർ വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. തിരൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. നടൻ സിദ്ദീഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. എറണാകുളം നോർത്തിലുള്ള അഡ്വക്കേറ്റ് B. രാമൻപിള്ളയുടെ ഓഫീസിലെ കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് സിദ്ദീഖ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ചത്. തുലാവർഷത്തിൽ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായി സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റും വ്യാപാരിയുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂറിന്റെ തിരോധാനത്തിൽ CBI അന്വേഷണം ഇല്ല. അന്വേഷണം സംസ്ഥാന പോലീസിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാമിയുടെ ഭാര്യ റംലത്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. മാമി തിരോധാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന് PV അൻവർ ആരോപിച്ചിരുന്നു. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ഇല്ലാതെയുള്ള പ്രാക്ടീസ് കുറ്റകരമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. നിലവിലുള്ള നിയമമനുസരിച്ച് മാത്രമേ സംസ്ഥാനത്ത് പ്രാക്ടീസ് നടത്താൻ പാടുള്ളൂ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ
നിശ്ചിത യോഗ്യതയുള്ളവരാണെന്നും രജിസ്റ്റർ ചെയ്തവരാണെന്നും ഉറപ്പുവരുത്തേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. ഭരണപക്ഷ എംഎൽഎ സംസ്ഥാന സർക്കാരിന്റെ അധോലോക പ്രവർത്തനങ്ങൾക്കെതിരായി പൊതുയോഗങ്ങൾ നടത്തുന്ന പശ്ചാത്തലമാണ് സംസ്ഥാനത്തെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡൽഹി ആസ്ഥാനമായ PR ഏജൻസിയാണോ മുഖ്യമന്ത്രിയുടെ നാവെന്നും ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ തീരുമാനിക്കുന്നത് ഒരു PR ഏജൻസിയാണോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ഇന്ന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന തന്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ നിലപാട് വ്യക്തമാക്കി KT ജലീൽ. പാർട്ടി ആവശ്യപ്പെട്ടാൽ സേവനം തുടരുമെന്നും എന്നാൽ ഇപ്പോൾ വിരമിക്കൽ മൂഡിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരനായ തനിക്ക് ഇതുവരെയും CPM നൽകിയ വലിയ പരിഗണനയ്ക്ക് നന്ദി പറയുന്നുവെന്നും CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. എറണാകുളം നോർത്ത് പോലീസാണ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത്. യൂട്യൂബ് ചാനലിലൂടെ ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തി എന്നതാണ് കേസ്. റോത്താഗിലെ മഞ്ഞുമലയിൽ 56 വർഷത്തിനു ശേഷം കണ്ടെത്തിയ സൈനികരുടെ മൃതദേഹത്തിൽ നിന്നും പഴയ കുറിപ്പുകൾ ഉൾപ്പെടെ കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാനടക്കം 4 പേരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. തോമസ് ചെറിയാന്റെ മൃതദേഹം ഹിമാചലിലെ ലോസർ ഖാസ് ഹെലിപാഡിൽ എത്തിച്ചെന്നും നടപടികൾ പൂർത്തിയാക്കി ഇന്ന് നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്നും കരസേന അറിയിച്ചു. വിമാനം തകർന്നു വീണ് കാണാതായ സൈനികർക്കുള്ള തെരച്ചിൽ ഈ മാസം 10 വരെ തുടരുമെന്നും കരസേന പറഞ്ഞു. കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ ദളിത് വിരുദ്ധ പാർട്ടിയാണെന്നും സംവരണം അവസാനിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാന അവരുടെ പരീക്ഷണ സംസ്ഥാനമാണെന്നും എന്നാൽ മോദിയും BJPയും ഉള്ളിടത്തോളം ആർക്കും സംവരണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും മോദി പറഞ്ഞു. BJP ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്നും രാജ്യത്തെ വിരലിലെണ്ണാവുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നതെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർഷകർക്ക് ഒരു വിവാഹം നടത്തണമെങ്കിൽ കടത്തിൽ മുങ്ങണമെന്നും എന്നാൽ ഇന്ത്യയിലെ 25 കോടീശ്വരന്മാർക്ക് വിവാഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നരേന്ദ്രമോദി വികസിപ്പിച്ചെടുത്തെന്നും രാഹുൽ പറഞ്ഞു. മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിന് വേണ്ടി ചെലവഴിച്ച ആയിരക്കണക്കിന് കോടി രൂപ രാജ്യത്തെ ജനങ്ങളുടെ പണമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.